നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ചിത്രം കതിരവൻ ഉടൻ ചിത്രീകരണം ആരംഭിക്കുകയാണ്. സിജു വിൽസൺ നായകനാകുന്ന സിനിമയുടെ സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിക്കുന്നത് യുവ സംവിധായകനായ അരുൺ രാജ്. മലയാളത്തിലെയും അന്യഭാഷകളിലെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സിനിമ നിർമ്മിക്കുന്നതാകട്ടെ താര പ്രൊഡക്ഷന്റെ ബാനറിൽ ജഗദമ്പി കൃഷ്ണ. നവോത്ഥാന നായകരിൽ ശ്രദ്ധേയനായ മഹാത്മാ അയ്യങ്കാളിയുടെ ധീരോദാത്തമായ ജീവിതമാണ് കതിരവൻ പറഞ്ഞുവെക്കുന്നത്. സമൂഹത്തിലെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടി ഒരു സമുദായത്തിന്റെ വീരനായകനായ അയ്യങ്കാളിയുടെ സംഭവബഹുലമായ ജീവിതം തനിമ ഒട്ടും ചോരാതെ അഭ്രപാളികളിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. ഒരു കാലഘട്ടത്തെ പുനഃസൃഷ്ടിക്കുന്ന സിനിമ 75 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒരുങ്ങുന്നത്. സാഹസിക രംഗങ്ങൾക്കും കളരി അടവുകൾക്കും സംഭവബഹുലമായ അധ്യായങ്ങൾക്കും പ്രാധാന്യമുള്ള സിനിമയിൽ സിജു വിൽസനാണ് നായകനായി എത്തുന്നത്. മെമ്മറി ഓഫ് മർഡർ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ അമേരിക്കൻ പ്രിമോസ് ഗ്ലോബൽ അച്ചീവ്മെന്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായ അരുൺ രാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ക്യാമറ ചലിപ്പിക്കുന്നതും അരുൺ രാജ് തന്നെ. യെഡ്വിന്റെ നാമത്തിൽ എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ രാജ് ഒരുക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് കതിരവൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 30 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള വിപ്ലവകരമായിട്ടുള്ള നിമിഷങ്ങളാണ് സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് വരും തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും പകർന്നു നൽകാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നതിൽ അതിയായ സന്തോഷം. ഈ വർഷം ഓണത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും. നന്ദി, നമസ്കാരം. ബോളിവുഡ് താരം വിവേക് ഒബ്രോയ്, തമിഴ് സൂപ്പർ താരം അർജുൻ എന്നിവരും നിർണായക വേഷങ്ങളിലെത്തുന്നു. സിദ്ദിഖ്, ജഗദീഷ്, ഇന്ദ്രൻസ്, ചെമ്പൻ വിനോദ്, ലെന, താര ജഗദമ്പി, സുഭാഷ്, പ്രവീൺ സൂര്യയുഗ്, ദിനു സത്യൻ, ഫർഹാൻ തുടങ്ങിയ നീണ്ട താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രദീപ് കെ താമരക്കുളമാണ് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത്. ബിജിപാലാണ് സംഗീതം. ഹരിനാരായണൻ, സത്യൻ കോമല്ലൂർ എന്നിവരുടേതാണ് വരികൾ. ജോസഫ് നെല്ലിക്കലാണ് കലാസംവിധാനം. മേക്കപ്പ് റോണക് സേവ്യർ. പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് പറവോൾ. പാലക്കാട്, തിരുവനന്തപുരം, പയ്യന്നൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാകുന്ന സിനിമ ഓണത്തിന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് ഡെസ്ക് ജനം.